സിൽക്ക് ത്രെഡും ബീഡ്സും വെച്ചിട്ട് ബൊട്ടിക് സ്റ്റൈലിലുള്ള ഒരു ഡിസൈനർ കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണിത്. ഇത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ്, പിന്നെ സിൽക്ക് ത്രെഡിൻ്റെ 2 ഷെയ്ഡ്, പിങ്കിൻ്റെ 2 ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവർ സീക്വൻസും എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ ഡ്രോയിങ് പാറ്റേൺ. ബോട്ടനൊക്കെ വന്നിട്ട് 2 സൈഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സെയിം ഡിസൈൻ നമ്മളൊരു കാർബൺ ഷീറ്റ് വെച്ചിട്ട് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഓരോരോ ബീഡായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നീഡിൽ നമ്പർ 12 യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇനി ലീഫ് വർക്കാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. ഇനി ആ നീഡിലേക്ക് ഒരു 3 കട്ട് ബീഡ്സ് നമുക്ക് ഒന്നിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് 3 കട്ട് ബീഡ് എടുത്തിട്ട് ചെരിച്ച് ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് വേണം ബീഡ്സ് എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ലീഫാണ് കേട്ടോ, അതുകൊണ്ട് 3 കട്ട് ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലീഫിൻ്റെ സൈസ് വലുതാണെങ്കിൽ നിങ്ങൾക്ക് 4 കട്ട് ബീഡൊക്കെ എടുക്കാം. ഇങ്ങനെ നമുക്ക് ആ ഒരു ലീഫ്, ഓരോ ലീഫും ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 6 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി അത് 12 സ്ട്രാൻഡ്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് ഇവിടുന്ന് വേണം നമ്മൾ നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ആ നീഡിലേക്ക് 2 തവണ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റി ആ സർക്കിളിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അവിടേക്കൊന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് റിംഗ് നോട്ടാണ് കേട്ടോ. റിംഗ് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ സിൽക്ക് ത്രെഡിലാണെങ്കിൽ ബിഗിനർക്ക് എന്തായാലും കുറേ കെട്ടൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് റിംഗ് നോട്ടോ ഫ്രഞ്ച് നോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പല പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യണം.
ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഇതുപോലെ തന്നെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് വരുന്നത്, ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഡാർക്ക് പിങ്ക് ഷെയ്ഡും. അത് മാറ്റി മാറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും കുർത്തിക്ക് ഒന്നും കൂടെ ലുക്ക് വരിക കേട്ടോ. കുറച്ചുകൂടെ അട്രാക്ഷൻ ആയിരിക്കും അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ കളർ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ. ഇനി ആ ചെറിയ സർക്കിൾ വരുന്ന പോർഷനിൽ ഫ്ലവർ സീക്വൻസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവർ സീക്വൻസ് ഒരു വൈറ്റ് പേളും ഒന്നിച്ച് ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ആ പേള് വിട്ടിട്ട് സീക്വൻസിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ താഴ്ത്തിയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സീക്വൻസ് വെക്കുന്ന ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം നമ്മൾ ഗോൾഡൻ റൗണ്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. 2 സൈഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ത്രെഡ് വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ് വെച്ചിട്ടുള്ള വർക്കുമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.